സംശയം എന്താ, ആകെ 12 പേര് SFIക്കാരുള്ളടത്ത് നല്ല ഇതിൽ ജയിക്കണമെങ്കിൽ എല്ലാ കുട്ടികളുടെയും സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ TTC കണ്ടപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് 2 പേർക്ക് വോട്ട് ചെയ്ത ആളാണ് ഞാൻ. 2 പാനലിൽ നിന്ന് ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ വിജയത്തിന് പിന്നിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ വളരെ നല്ല മനസ്സും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ താഴെത്തട്ടിലേക്ക് നോക്കണം, ഒപ്പം നമ്മൾ മുമ്പോട്ട് നോക്കണം. അത് നോക്കണം. അത് മാത്രമേ പ്ലാൻഡ് ആയിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ആണ് സാറെന്നൊരു സംഗീത പരിപാടിക്ക് എന്നെ വിളിച്ചല്ലോ. അന്നിങ്ങനെ വരുമ്പോഴാണ് ഈ നാട്ടിലുള്ള കുറെ പാട്ടുകാരെ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റിയത്. അതുപോലെ അതെ, എനിക്കും നല്ലൊരു റിലീഫായിട്ട് തോന്നി ആ പാടാനൊക്കെ പോകുന്നത്. സത്യം അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വെച്ച് അടുത്ത പ്രോഗ്രാം ആക്കാന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് ആ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നമ്മൾ സമ്മോഹനം നടത്തി. അതിനുശേഷം അവരെ കൂട്ടിയേർത്തോണ്ടാണ് നമ്മൾ ഈ പാരിജാതം മ്യൂസിക് ക്ലബ്ബ് തുടങ്ങിയത്. ഒരു ഉമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കുട്ടിയുടെ മാർക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ മിടുക്കനാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ സംശയിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്തുകൊണ്ടാണ് അങ്ങനെ, ആദ്യമായിട്ടാണ് ടീച്ചറെ ഒരാൾ ഇവനെ പറ്റി നല്ലത് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നും വൈകി പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ വാപ്പ തളർന്നു കിടക്കുവാണ്. ഉമ്മയും 2 പെമ്മക്കളും പെങ്ങന്മാരും ഉണ്ട്. ഇവരെ നോക്കണത് ഇവൻ ഇറച്ചിക്കടയിൽ നിന്നിട്ടാ 9:45 വരെ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വെട്ടിയിട്ട് ഓടി വരുന്ന അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉമ്മ 13 വയസ്സുള്ള ഒരു കുട്ടി, വാപ്പയും ഉമ്മയും മക്കളെയും നോക്കണ്ടേ, അവൻ മിടുക്കനല്ലേ, അവന്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയാണോ അവനെ വിലയിരുത്തണ്ടേ? അല്ലല്ലോ. അപ്പൊ അതാണെന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണിലൊരു സന്തോഷം ഉണ്ടല്ലോ. എന്ന് ചെന്നാലും ഇവനെ പറ്റി ചീത്ത കേൾക്കാനാ ഞാൻ ചെയ്യുന്നത്. അവനിപ്പോ എന്താ, അവൻ പിന്നെ വിദേശത്തൊക്കെ പോയി നല്ല രക്ഷപ്പെട്ടു. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവരാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. നമസ്കാരം. BBC-യുടെ വർത്തമാനം എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആർദ്രമീ ധനുമാസ രാവുകളിൽ നീ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ, നീ എൻ അണിയത്ത് തന്നെ നിൽപ്പൂ, ഇപ്പോഴും കൂടൊരു ചുമക്കടി ഇടറി വീഴാൻ, തൃണിതമാം ഖണ്ഡത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ടു വളരെ നാൾ കൂടി ഞാൻ, നേരിയ നിലാവിൻ്റെ നീലിമയിൽ എന്നോ പഴകിയൊരു ഓർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ ഏകാന്ത താരകളെ നിന്നിട്ട് കാണട്ടെ നീ തൊട്ടു നിൽക്കൂ, വരിക സഖി അരികത്ത് ചേർന്ന് നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം ഊന്നുവടികളാകാം, സഫലമീ യാത്ര. ഇത് NN കക്കാടിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ്. 1982 ഈ കവിത കക്കാട് എഴുതുന്നത്. 1986 കക്കാടിന് വയലാർ അവാർഡ് കിട്ടി. ഞാൻ എന്തുകൊണ്ടാണ് ഈ കവിത ഇന്ന് ഇവിടെ ചൊല്ലിയെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ അതിഥി ഒരു ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ പിതാവ് എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ്. അങ്ങനെ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ്റെ അധ്യാപികയായ ടീച്ചറാണ്, മകളായ അധ്യാപികയായ ടീച്ചറാണ് ഇന്ന് നമ്മുടെ അതിഥി. അവരുടെ പേര് ലാജി നാരായണൻ. ശ്രീമതി ലാജി നാരായണനെ വർത്തമാനത്തിൻ്റെ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ടീച്ചർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. റിട്ടയർമെൻറ്റ് കാലമാണ് അല്ലേ? പെൻഷൻ റിട്ടയർ ചെയ്തു. എൻ്റെ ആദ്യത്തെ ചോദ്യം ടീച്ചറിൻ്റെ അച്ഛനെക്കുറിച്ചാണ്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ടീച്ചറിന് എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ വരുന്ന ആ വികാരങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? അച്ഛനൊരു മലയാളം അധ്യാപകനായിരുന്നു. പക്ഷേ വളരെ നല്ല രീതിയിൽ അച്ഛനെന്ന ഗണിത ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് അച്ഛൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ പറയാറ്. കാരണം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ
പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അങ്ങോട്ട് കണക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നുള്ളതാണ് നമ്മുടെ ജോൺ സാറൊക്കെ പറയാറ്. കാരണം അത്രയും അഗ്രഗണ്യനായിരുന്നു കണക്കിന്റെ കാര്യം എടുക്കണായിരുന്നു. മിടുക്കനായിരുന്നു. 99 മാർക്ക് മേടിച്ചാണ് SSLC. 99 മാർക്ക് അക്കാലത്ത്. അക്കാലത്ത് നമ്മുടെ സെന്റ് ജോസഫിലെ ഫസ്റ്റ് ബാച്ചാ. കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളിൽ ആദ്യത്തെ SSLC ബാച്ചിലാണ് അതെ ഇളയത് സാർ. ഇളയ സാറ് നാരായണൻ. അപ്പൊ എന്നെ ഇളയത് സാറ്, ജോൺ സാറ്, അതുപോലെ പൈമ്പിളിലെ അവരാച്ച സാറ്, 3 പേർക്കായിരുന്നു ഒന്ന് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച അച്ഛനാണ്. അത് കണക്കിനും സയൻസിനും വളരെ നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാമ്പത്തിക പരാധീനത മൂലം കോളേജിലൊന്നും പോയി പഠിക്കാൻ പറ്റിയില്ല. പിന്നെ മുത്തച്ഛൻ സംസ്കൃതം പഠിക്കാനായിട്ട് മുട്ടത്ത് കൊണ്ടുവന്നാക്കുകയത്. സംസ്കൃതത്തില് സാഹിത്യ വിശാരദൻ പാസ്സായി. അതിനുശേഷം നേരെ ചെന്ന് നമ്മുടെ കോതമംഗലം രൂപതയിൽ പോയി കാണുക ചെയ്തത്. അദ്ദേഹത്തിനെ ബിഷപ്പിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി തരണം. ഒട്ടും സംശയിക്കാതെ പിറ്റേ ദിവസം വന്ന് ജോയിൻ ചെയ്യാൻ പറയാണ് കലയനായി. കാരണം സാറ് മിടുക്കനാണെന്ന് ബോധ്യപ്പെടുകൊണ്ടായിരിക്കും. മലയാളം. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ കണക്കിന് 199 കിട്ടിയിട്ടും കണക്കിന് പോകാതെ മലയാളത്തിന് പോകാണ്ടായ കാര്യം? അത് കുടുംബത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ദൂരെ പോയി പഠിക്കണം, കോളേജിൽ പോയി പഠിക്കണം, അതിനൊന്നും വിടാനുള്ള സാമ്പത്തികം മുത്തച്ഛൻ ഉണ്ടായിരുന്നില്ല. അന്ന് പറയപ്പെട്ട നിർമ്മല കോളേജ് അന്നെന്ന് തോന്നുന്നു. എന്നാ ജോൺ സാറൊക്കെ പോയി പഠിച്ചത് ചങ്ങനാശ്ശേരി. അപ്പൊ ആ ദൂരെ വിട്ട് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ കണക്കിന് പോവാതെ മലയാളത്തിലേക്ക് തിരിഞ്ഞത്. അതുകൊണ്ടാണ് ഒരു കണക്കില് ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും അതിന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് മകളെ കണക്ക് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് ശരിയാണ്. കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളമായിരുന്നു. അച്ഛനും അമ്മയും മലയാളം ടീച്ചേഴ്സ്, ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചച്ഛൻ, അങ്ങനെ എല്ലാവരും മലയാളംകാര്. എനിക്കും വളരെ ഇഷ്ടമാണ്. എനിക്ക് മലയാളമൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഈ തൂമ തേടും തൻ പാളകിണറ്റിലിട്ട് ഒക്കെ പാടി പഠിപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കവിതകളൊക്കെ പാടി. കവിത അന്ന് പഠിച്ച ഓർമ്മ തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ ശ്രീമാനാം ഭിക്ഷു വന്നു ചെന്നർത്തിച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശുനി ഓമലേ തരുതില്ലെന്നതു കേട്ടു രാമനോഹരി അമ്പരന്നൂതിനാൾ. അങ്ങനെ പോണ കവിത. അങ്ങനെ കുറെ കവിതകൾ അന്നത്തെ. അതുകൊണ്ട് മലയാളത്തോടാണ് താല്പര്യം. പക്ഷെ കണക്ക് സാറ് അച്ഛൻ പറഞ്ഞു കണക്കിന് പോയാൽ മതി. അച്ഛൻ എന്നാൽ നേരെ തിരിച്ച് കണക്കിനോടായിരുന്നു താല്പര്യം. പക്ഷെ സാഹചര്യവശാൽ അച്ഛൻ മലയാളം പഠിക്കേണ്ടി വന്നു. ഇതല്ലേ സംഭവിച്ചത്? ഒരു കാര്യം, ടീച്ചർ നന്നായിട്ട് പാടുന്ന കൂട്ടത്തിൽ എനിക്കറിയാം. ഈ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടം പാട്ടാണ്. അപ്പം നമുക്കൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടിയിട്ട് ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രളയ പ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കം പ്രഥമോദ ബിന്ദുവായി നിന്നു. നിമിഷങ്ങൾ തൻ കൈക്കൊടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി നീ പീയൂഷവാഹിനിയായി. നന്നായിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. അത് ഇതുപോലെ തന്നെയാണ്. പാട്ട് പഠിക്കണം. ഈ പാട്ടെന്ന് പറയുന്നത് 1978 പുറത്തിറങ്ങിയ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ പാട്ടാണ്. മാധുരി പാടിയതാണ്. MD രാജേന്ദ്രൻ എഴുതിയ ഒരു കവിത പോലുള്ളൊരു പാട്ട്. കവിത എന്ന് വേണമെങ്കിൽ പറയാം. ആ കവിതയാണ് ദേവരായ മാഷ് ശങ്കരാഭരണ രാഗത്തിൽ 29ാമത്തെ മേളകർത്താരാഗമായ ശങ്കരാഭരണ രാഗത്തിലാണ് ഈ പറഞ്ഞ ഈ പാട്ട്. അന്ന് വളരെ ഹിറ്റാണ്. ഇന്നും ആളുകൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ചെവി കാതോർത്തിരിക്കുന്നു ഈ പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ പാട്ട് പഠിക്കാൻ പോയിട്ടില്ല? പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല.
ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികരാണ്? എസ് ജാനകി. ജാനിയമ്മയുടെ ഏതൊക്കെ പാടണ്ട, ഏതൊക്കെ പാട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും പറയും? പാട്ടുകളെല്ലാം തന്നെ ഇഷ്ടമാണ് അവരുടെ, എല്ലാം ഒന്നിനൊന്നും മെച്ചമാണല്ല. ജാനകിയമ്മയ്ക്ക് മലയാളത്തിൽ ദേശീയ പുരസ്കാരം കിട്ടിയ ഒരേ ഒരു പാട്ടേ ഉള്ളൂ, ഏതാണെന്നറിയോ? ഇല്ല. വളരെ ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ ആ പാട്ടിനാണ്, ഒരു പാട്ടിനെ കിട്ടിയിട്ടുള്ളൂ ദേശീയ പുരസ്കാരം ജാനകി കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ലാജി ടീച്ചർ അങ്ങനെ SSLC പാസ്സാവുന്നു. പ്രീ ഡിഗ്രി എവിടെ പഠിച്ചത്? പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ന്യൂമാൻ കോളേജിൽ. ആ കാലഘട്ടത്തിലെ ഏത് അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റും? കോളേജിൽ വരാണ്ടായ സാഹചര്യം, പഠിക്കാൻ ആ കാലത്ത് കൂട്ടുകാരൊക്കെയായിരുന്നു, ഏത് അധ്യാപകനാണ് ഏറ്റവും നന്നായിട്ട് കണക്ക് പഠിപ്പിച്ചത്, ആ കാര്യങ്ങൾ? ഇപ്പം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നാണ് തുടങ്ങണം. അവിടെ തുടങ്ങിയിട്ടുള്ളത് 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച റോസിൽ ടീച്ചർ തൊട്ടിട്ട് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച OTL ടീച്ചർ വരെ വളരെ നന്നായിട്ട് കണക്കിന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മൈക്കിൾ സാറ് പരീക്ഷയുടെ തലേ ദിവസം വീട്ടിൽ വന്നിട്ട് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പേര്. അതേപോലെ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ട്യൂഷന് നമ്മൾ സെന്റ് ജോസഫ് ട്യൂഷൻ സെന്റർ ഉണ്ടെന്ന്, അവിടെയാണ് എടുത്തിരുന്നത്. അവിടുത്തെ അധ്യാപകര് അങ്ങനെ എല്ലാവരും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കണക്കിന് എനിക്ക് 89 മാർക്കോട് കൂടിയിട്ട് SSLC പാസ്സാകാൻ പറ്റിയത്. അതിനു മുമ്പ് വരെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എല്ലാവരുടെയും ശ്രമമായിട്ടാണ് ആ 89 മാർക്കിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ന്യൂമാൻ കോളേജിൽ വരുന്നത്. ന്യൂമാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അത്ര നല്ല പ്രകടനമൊന്നും എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയില്ല. എന്നാലും ഡിഗ്രിക്ക് കണക്ക് മെയിൻ എടുപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു. അന്ന് 84 ഫസ്റ്റ് ഡിസിക്ക് വരുന്നു അവിടെ. ഉണ്ട്. അന്ന് നമ്മുടെ പൈലി സാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, അന്ന് ഞാൻ അവിടെ മത്സരിച്ച ഒരാളാണ്, എനിക്കത് വോട്ട് ചെയ്തായിരുന്നു. പിന്നെ സംശയം എന്താ? ആകെ 12 പേര് SFIക്കാരുള്ളടുത്ത് നല്ല ഇതിൽ ജയിക്കണമെങ്കിൽ എല്ലാ കുട്ടികളുടെയും സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ TTC കണ്ടപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് 2 പേർക്ക് വോട്ട് ചെയ്ത ആളാണ് ഞാൻ. 2 പാനലിൽ നിന്ന് 2 പാനൽ, ഞാൻ TC മാത്തിന് 2 പാനലായിരുന്നു. അവർ ABP ആയിട്ട് സഖ്യമായിരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു. ഞങ്ങൾ അന്ന് 10-12 SFIക്കാർ അന്ന് കോളേജേ ഉള്ളൂ. പറഞ്ഞോളൂ. എന്നിട്ട് ഡിഗ്രിക്ക് വന്നിട്ട് ഡിഗ്രിക്ക് അതേപോലെ ചെന്ന് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടാനിടയായ സാഹചര്യം പറയണം. കാരണം അന്ന് ഈ നിലവിലുള്ള മാർക്ക് കൊണ്ട് അവിടെ ഡിഗ്രി BSc മാത്സിന് കിട്ടില്ല. ഇല്ല. അപ്പോൾ പൈലി സാർ അതിന്റെ തൊട്ടടുത്ത വർഷം റിട്ടയർ ചെയ്യുക. അപ്പോൾ പൈലി സാറിനെ കണ്ട് അച്ഛൻ പറഞ്ഞു. അപ്പൊ സാറാണ് മാനേജ്മെന്റ് കോട്ടയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ മേടിച്ചു തന്നെ. അങ്ങനെയാണ് ഞാൻ കണക്കിലേക്ക് തിരിഞ്ഞതും. അതിനുശേഷം BEdന് പോയി. BEd അന്ന് വളരെ കുറഞ്ഞ BEd സെന്ററുകളേ ഉള്ളൂ യൂണിവേഴ്സിറ്റി. BEdലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ച് പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്ന്? ജിജി കുരുട്ടോളം ഇല്ല. ജിജി കുരുട്ടോളം ഡിഗ്രിക്കായിരുന്നു. ജിജി കുരുട്ടോളും സജി കുരുട്ടോളും ഒക്കെ അല്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ഡിഗ്രി പഠിച്ച കൂട്ടത്തിലാണ്. BSc മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അതിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ ആഘോഷങ്ങളായിരുന്നു. സാധാരണ കണക്കിന്റെ ക്ലാസ്, കണക്കിന്റെ ബാച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിജീവികളാണെന്നാണ് കണക്ക് പഠിക്കുക എന്ന് പറയാൻ തന്നെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവർ വളരെ സ്മാർട്ടും അതിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും കൃത്യമായിട്ട് ഇടപെടുന്നവരുമാണ്. ഡിഗ്രിയുടെ കാലഘട്ടം പറയുമ്പോൾ എനിക്ക് തോമസ് പൈലി സാറിനെ മറക്കാൻ പറ്റില്ല. സാറായിരുന്നു ഞങ്ങളുടെ ട്യൂട്ടർ. സാറ് ട്യൂട്ടറായിട്ട് വന്നോടുകൊണ്ട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് വളരെയധികം എൻജോയ്മെന്റ്. സാറ് എല്ലാ മാസത്തിലും ഒരു ദിവസം വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് വെക്കും. അതിൽ ഡിബേറ്റുകൾ സംഘടിപ്പിക്കും, അതുപോലെ പാട്ടുകള്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ വാർത്തെടുക്കാനായിട്ട് ഉള്ള ഒരു നല്ല ശ്രമം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ സാധാരണ ടൂർ കൊണ്ടുപോകുന്നത് വർഷത്തിൽ 3rd ഇയറിൽ മാത്രമാണ്. ഞങ്ങളെ 3 വർഷവും സാറ് ടൂർ കൊണ്ടുപോയിട്ടുണ്ട്. 1ാമത്തെ വർഷം ഭൂത്താൻകെട്ടി കൊണ്ടുപോയി, 2ാമത്തെ വർഷം മലമ്പുഴ, 3ാമത്തെ വർഷം മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി. അപ്പൊ സാറ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാരോട് ആയിട്ടുള്ള ആളുകളോട് വളരെയധികം ആത്മാർത്ഥത്തോടെ പെരുമാറിയ സാറായിരുന്നു. വളരെ നല്ല സാറായിരുന്നു. ഇപ്പൊ ഓർക്കുന്നു മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സാറിനെ വിളിച്ച് ഞങ്ങള് അന്ന് റീയൂണിയൻ കൂടിയപ്പോൾ ന്യൂമാനിൽ സാറ് വന്നിരുന്നു. ഓരോരുത്തരെ ഓർക്കുന്നുണ്ടെന്നുള്ള കാര്യമല്ല, ഓരോരുത്തരും പറഞ്ഞ കാര്യം വരെ സാറിന് ഓർമ്മയുണ്ട്. സാമാന്യമായ ഓർമ്മയുണ്ട്. അന്ന് ചോദിച്ചു കണക്ക് പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചു, നീ ഇന്ന് കണക്ക് വിറ്റല്ലേ ജീവിക്കണം മോനെന്ന് ചോദിച്ചു. പ്രൊഫസറാണ് പുള്ളിയെ. അപ്പൊ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല എന്ന് സാറ് പറഞ്ഞപ്പോ ശരിയായില്ലേ എന്ന് ചോദിച്ചു.
അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഓർക്കണം. അന്ന് സാറ് മരിച്ചു എന്ന് അന്നും എൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്കന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ നിലമ്പൂരായിരുന്നു അന്ന് താമസം. പക്ഷേ ഇവിടെ വാല്യുവേഷന് വന്ന ആ വെക്കേഷനിലാണ് സാറും മരണപ്പെടുന്നത്. അവിടെ ചെന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. അത് കിട്ടി. ഇനിയിപ്പോൾ ബി എഡിലേക്ക് എങ്ങനെ വന്നു? എവിടെയായിരുന്നു ബി എഡ് ബാംഗ്ലൂരാണ്. അന്ന് ഈ പറയുന്ന പോലെയുള്ള ബി എഡ് സെൻറ്ററുകളൊന്നും നമ്മുടെ നാട്ടിലില്ല. യൂണിവേഴ്സിറ്റി തലത്തിൽ മാത്രമേ ഉള്ളൂ. അതിലും ഈ പറഞ്ഞ പോലെ കണക്കിൻ്റെ ബി എഡ് കിട്ടണമെങ്കിൽ 90% കൂടുതൽ മാർക്കുള്ളവർക്കേ ഇവിടെ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി ചേർന്നു. അതൊന്നും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അവിടെ 2 മെയിൻ ഉണ്ടാവും, ഫിസിക്സ് മാത്സ്, അങ്ങനെയാണ് ബി എഡ് വരിക. ആ 2 സബ്ജക്റ്റും നമ്മൾ പഠിപ്പിക്കണം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നവര് അവിടെ ചെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണക്കായതുകൊണ്ട് അത്യാവശ്യം രക്ഷപ്പെട്ടു പോയി. അവിടെ നിന്ന് കന്നഡ പോലും പഠിച്ചു ഇല്ല? കന്നഡ അറിയാം. ಕನ್ನಡ ಅರ್ಥ ಆಯ್ತು, ಗಂಡ ಗೊತ್ತು, കന്നഡ പഠിച്ചു 1 വർഷം കൊണ്ട് പഠിച്ചു. അത് ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്ക് കന്നഡേ അറിയുള്ളൂ, ഞങ്ങൾക്ക് മലയാളം അറിയുള്ളൂ. കന്നഡ ഈസ് എ ട്യൂണിങ് ലാംഗ്വേജ്. അതൊരു ട്യൂണിങ് ലാംഗ്വേജ് ആണ്. ಇವತ್ತು ಕಲ್ಸಿಲ್ವಾ, ಇವತ್ತು ಬಂದ್ಬಿಟ್ಟು ಏನು ಮಾಡ್ತೀಯಾ, ಊಟ ಆಯ್ತಾ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്യൂണിലിട്ട്. മലയാളത്തിന് അങ്ങനെ ഒരു ട്യൂണില്ല. കന്നഡയ്ക്ക് വളരെ, തമിഴ് നല്ല ട്യൂണാണ്. കാരണം ഒരു കൊതി തോന്നും ഇത് ഈ സംസാരിക്കുന്നവർ. അതിനുശേഷം ബി എഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് MSc ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. അത് 90-91 കാലഘട്ടത്തിലാണ്. അപ്പൊ ആ 91 ജനുവരിയിലാണ് ഇവിടെ കരളായിൽ ഒരു പോസ്റ്റ് ഉണ്ട്, PSC കിട്ടിപ്പോയ മാത്സിന്റെ പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെറിയച്ഛനാണെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ച് 91 ജനുവരി 1 ഞാൻ കരളായി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്യുവാണ്. അത് വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ 1991 ജനുവരി 1 കരളായി, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്താണ് തോന്നുന്നത്. നിലമ്പൂരിന് 8 കിലോമീറ്റർ ദൂരം. അവിടെയാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ എത്ര വർഷം പഠിപ്പിച്ചു? അവിടെ 2023 റിട്ടയർ ചെയ്യുന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അത്രയും, അതായത് ടീച്ചറിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം കരളായിലായിരുന്നു. അപ്പോൾ കരളായിലെ ജനങ്ങളും കരളായിലെ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകൾ ചെറിയ രീതിയിൽ കൊണ്ടുപോയി. കരളായിലെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുടുംബം തന്നെയായിരുന്നു. എല്ലാവരും ഒന്നിച്ച് നല്ലൊരു ടീം വർക്ക്. അതുപോലെ മാനേജർ ആണെങ്കിൽ അദ്ദേഹവും വളരെ നല്ല സപ്പോർട്ടാണ്. മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കരുണയോടെ കാര്യമായിട്ട് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഞങ്ങളെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം എൻ്റെ ഭാഗ്യവശാൽ ഞാൻ ആ റിട്ടയർ ചെയ്യുന്ന വർഷം വരെ അദ്ദേഹത്തിന്റെ സ്നേഹത്തണലിൽ ജീവിക്കാൻ പറ്റി. ആ വർഷമാണ് മരണപ്പെടുന്നത്. അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെടുകയും മറ്റുള്ള അനാവശ്യമായിട്ടുള്ള യാതൊരു ഇടപെടലുകളും ഇല്ലാതെയും അത് എടുത്തു പറയണം. അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് വലിയൊരു ഭാഗ്യമായിട്ട് ഇപ്പോഴും കാണുന്നു. അതെ. അദ്ദേഹം അന്ന് സാറ് പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. പാലിയേറ്റീവിന്റെ കെട്ടിടം പണിയാനായിട്ട് സ്ഥലം സംഭാവന ചെയ്തത് ഞങ്ങളുടെ മാനേജറാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുക ചെയ്തത്, സൗജന്യമായിട്ട് കൊടുക്കുക ചെയ്തത്. വിവാഹം ഏത് വർഷമായിരുന്നു? വിവാഹം 1993 മെയ് 23 ലവ് മാരേജ് ആയിരുന്നു? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഒരു 91 ജോലിയിൽ കയറിയെങ്കിലും അന്നോട്ട് കല്യാണം ആലോചിച്ചിട്ട് ഇത്ര വർഷമായിട്ടും ചൊവ്വാദോഷത്തിൽ തട്ടി നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ജാതകമൊക്കെ നോക്കണമല്ലോ. ജാതകദോഷത്തിൽ തട്ടി നിന്നിട്ട് അവസാനം ഈ 93 ഏപ്രിൽ മാസത്തിൽ വെക്കേഷനിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു 8-10 സ്ഥലത്തു നിന്ന് ഒരേ ആലോചന വരികയാണ്. ഒരേ ആലോചന പലരും കൊണ്ടുവരുവായിരുന്നു, പലരായിട്ട് വരികയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നു. ഏപ്രിൽ 8 പെണ്ണ് കാണാൻ വന്നു. ഏപ്രിൽ 18 നിശ്ചയിച്ചു. മെയ് 23 കല്യാണം. അധ്യാപകനായിരുന്നു. അന്ന് കക്കാടംപൊയിൽ പി കെ ശ്രീകുമാർ സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു സാംസ്കാരിക പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും സംഗീത സ്നേഹിയും മനുഷ്യസ്നേഹിയുമാണ്. സാറിനെ ഓർക്കുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്? ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്കുള്ള മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് സാറിന്റെ ഒരു ചിത്രം മനസ്സിൽ? ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, എല്ലാ പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയണ പോലെ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ വിജയത്തിന് പിന്നിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ വളരെ നല്ല മനസ്സും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്.
അതില് ഒരു കുറവ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറവ് മാത്രമേ അല്ല, അത് പറയാനുള്ളൂ. പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റുന്ന കുറവേ പറയാവുള്ളൂ. അതായത് മണി മാനേജ്മെന്റ്, ആ ഒരു കാര്യം മാത്രമേ ഒരു അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു വരുമാനം വെച്ച് പ്ലാൻ ചെയ്യാനുള്ള അത് സമർത്ഥമായിട്ട് കണക്കിന്റെ ഒരു അധ്യാപകമായതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോയി. അതുകൊണ്ട് കുടുംബജീവിതം വളരെ ഇതായിട്ട് പോകുന്നു. സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ, മണി മാനേജ്മെന്റ് ക്ലിയർ അല്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എനിക്ക് മനസ്സിലായത്, അദ്ദേഹം വലിയ രീതിയിൽ ആളുകളെ സഹായിക്കുന്ന ആളാണ്. സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പോഴും ചെയ്യുന്ന ആളാണ്, നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ തന്നെ എത്രയോ ലക്ഷം രൂപ അവിടെ എന്താ പറയുന്നത് ബിൽഡിംഗ് പണിയാൻ, അതുപോലെ തന്നെ 2 മാസത്തെ ശമ്പളം സർക്കാരിന് ആ കോവിഡ് കാലത്ത് പ്രളയകാലത്തോ സംഭാവന കൊടുത്തു എന്ന് വേണ്ട. ഇപ്പം ഈ നാട്ടിൽ കരിമണ്ണൂർ വന്നിട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നു. ഒരുപാട് തന്നെ നമ്മളിവിടെ പ്രോഗ്രാം നടത്തിയതിൽ അന്ന് തന്നെ ഒരു പന്തലിന് തന്നെ 10-30,000 രൂപയായി. അതൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇട്ട് ആളുകൾ അവിടുത്തെ ഗായകരായിട്ടുള്ള ചെറിയ ചെറിയ പാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പാടാനുള്ളൊരു അവസരം അവർക്ക് കൊടുത്ത് അങ്ങനെ സഹായിക്കുന്ന ഒരു മനസ്സുള്ള ആൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരും. നഷ്ടങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിനെ കൃത്യമായിട്ട് വീതം വയ്ക്കുക, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അക്കാര്യത്തിൽ ഇപ്പോൾ നിയന്ത്രണമോ? ഇല്ല, ഉണ്ട്. അല്ല, ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടത്. കാരണം നമ്മള് സ്വന്തം ആവശ്യത്തിനായിട്ട് ഇന്നേവരെ 5 പൈസ കളയില്ല. ഒരു ഭക്ഷണം കഴിച്ചാട്ടെ, ഒരു വസ്ത്രം മേടിച്ചാട്ടെ, അങ്ങനെ ഒരു കാര്യത്തിനും ചെലവാക്കില്ല. അതുപോലെ തന്നെ ഈ എപ്പോഴും എന്നോട് പറയും താഴേക്ക് നോക്കണമെന്ന്. താഴെ തട്ടിലേക്ക് നമ്മൾ താഴെയുള്ളവരെ നോക്കുമ്പോഴാണ് നമുക്ക് അവന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് തോന്നുന്നു നമുക്കുണ്ടാവും. അവനും കൂടി നമ്മളെപ്പോലെ ജീവിക്കണം. അത് ശരിയാണ്. പക്ഷെ നമ്മൾ താഴെ തട്ടിലേക്ക് നോക്കണം, ഒപ്പം നമ്മൾ മുമ്പോട്ട് നോക്കണം. അത് നോക്കണം. അത് മാത്രമേ അത് പ്ലാൻഡ് ആയിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്ത് വേണം കൊണ്ടുപോകാൻ. അല്ല നമ്മൾ വേറെ ആരും സഹായിക്കുകയല്ല, നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നും സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും നമ്മളെ കൊണ്ട് എന്തൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമ്പോൾ ത്യാഗികൾക്ക് ത്യാഗമാണത്, നഷ്ടങ്ങളുണ്ടാകും. പക്ഷെ ഒപ്പം കുടുംബത്തെ മറന്നുകൊണ്ട്, കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട്, കുടുംബത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ സേവനം ആവാനും പാടില്ല. ഇത് രണ്ടും കൂടി അത് ബാലൻസ് ചെയ്ത് പോകും. അത് കൃത്യമായ ഇടപെടല് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നു. ഏത് വർഷമാണ് റിട്ടയർ ചെയ്തത്? ഞാൻ 2023 എന്നാണ് കേരളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഏത് വർഷമാണ്? അതിന് മുമ്പ് ഞാൻ ഹയർ സെക്കൻഡറിയിലേക്ക് പോയ കാര്യം പറഞ്ഞോളൂ. അപ്പൊ നമ്മള് 2010 ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 91 MSc ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അത് പകുതിക്ക് വെച്ചിട്ട് പോകേണ്ടി വന്നു. ആ പഠനം പിന്നീട് ഞാൻ തുടരണത് 2007 അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റന്റ് ആയിട്ട് അവിടെ നിന്ന് ചെയ്യുവാണ്, സ്കൂളിൽ നിന്ന്. അപ്പൊ ഒരു ദിവസം പോലും ഞാൻ ആ ഒരു കാരണത്തിന് ഞാൻ ലീവ് എടുത്തിട്ടില്ല, ഒരുത്തർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. കൃത്യമായിട്ട് ഈ പഠിപ്പിക്കലിനോടൊപ്പം തന്നെ എന്റെ പഠനവും കൊണ്ടുപോയി. അങ്ങനെ ഞാൻ 2010 MSc പാസ്സായിക്കുന്നു. ആ തൊട്ടടുത്ത വർഷം തന്നെ അവിടെ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ ആകുന്നു. ഹയർ സെക്കൻഡറിയിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ ആയിട്ടല്ലേ പെൻഷൻ? അതെ അതെ. അത് ഏത് വർഷമാണ്? 2019 കാരണം 18 പ്രിൻസിപ്പൾ ആവേണ്ടതായിരുന്നു സീനിയർ ആയിട്ട്. അപ്പൊ ഇതേപോലെ മാനേജർ എന്നെ വിളിച്ച് ആവശ്യപ്പെടുവാണ് അവിടെ ഹയർ സെക്കൻഡറി കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ച ഒരു അധ്യാപകനാണ്. അദ്ദേഹം എന്നെക്കാളും ജൂനിയറാണ്. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ടീച്ചർ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്, കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാനത് സന്തോഷപൂർവ്വം സമ്മതിച്ചു. അതിന് സർവീസിന്റെ നഷ്ടമോ പൈസയുടെ നഷ്ടമോ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല. നമ്മുടെ അച്ഛന്റെ പ്രായത്തിലുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു വർഷം കൂടി മാത്രമുള്ള ഒരു അധ്യാപകന് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ആ മാറി നിൽക്കൽ എന്ന് പറയുന്നത്. അതെ, അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല, നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ. കേരളയിൽ നിന്ന് പോകുന്നത് ഏത് വർഷമാണ്? കരിമണ്ണൂർ 2023 ഒക്ടോബറിൽ ഏകദേശം പോന്നിട്ടുണ്ട്. വീട് വിട്ടിട്ട് പോകുന്നത് 2024 കൂടിയിട്ടാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത്, ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ആണ് സാറെന്നൊരു സംഗീത പരിപാടിക്ക് എന്നെ വിളിച്ചല്ലോ. അന്നിങ്ങനെ വരുമ്പോഴാണ് ഈ നാട്ടിലുള്ള കുറെ പാട്ടുകാരെ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റിയത്. അതുപോലെ അതെ, എനിക്കും നല്ലൊരു റിലീഫായിട്ട് തോന്നി ആ പാടാനൊക്കെ പോകുന്നത്. ഞാനാണോ നിങ്ങളെ? സത്യം അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വെച്ച് അടുത്ത പ്രോഗ്രാം ആക്കാന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് ആ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നമ്മൾ സമ്മോഹനം നടത്തി.
അതിനുശേഷം അവരെ കൂട്ടിയേർത്തോണ്ടാണ് നമ്മൾ ഈ പാരിജാതം മ്യൂസിക് ക്ലബ്ബ് തുടങ്ങിയത്. ഒരു മിനിറ്റ്, ടീച്ചറിന്റെ പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മൾക്കുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ബഹ്ഫിൽ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതെ അതെ. ആ ഗ്രൂപ്പിൽ വല്ലപ്പോഴൊക്കെ ടീച്ചർ പാടിയിടാറുണ്ട്. അപ്പൊ ഈ പന്നൂര് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ഒരു അവതാരകനായിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ പാടുന്ന ഒരുപാട് പേരുണ്ട്, ടീച്ചറെ കൂടി ഒന്ന്, ടീച്ചർ അവിടെ കുരുമ്പാടത്തുള്ള താമസിക്കുന്നത്, മണ്ണാർത്തറയാണ് താമസിക്കുന്നത്, അപ്പോൾ ടീച്ചറെ കൂടി ഒന്ന് വിളിച്ചേക്കാം എന്ന് കരുതിയാണ് ടീച്ചർ വിളിക്കുന്നത്. ടീച്ചർ വരികയും ടീച്ചർ അന്ന് അവിടെ ഒരു കുറച്ച് പാട്ട് പാടുകയും പാട്ടിന് ശേഷം ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ചെങ്കിലും പ്രോഗ്രാം നടത്തണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതാ സംഭവം ഉണ്ടായത്. നമുക്ക് ടീച്ചർ പാടുന്നതാണല്ലോ, നമുക്ക് ഒരു പാട്ടും കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പാടി. സുശീലയുടെ ആയിക്കോട്ടെ. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹ പൂർവരാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമിപ്പൂ തരാം. ഏഴു സുന്ദര രാത്രികൾ. കൊള്ളാറുണ്ട്. പി സുശീലയുടെ ഒരു 10 പാട്ടെടുത്താൽ അതിലൊരു പാട്ട്, 10 പാട്ടിലൊരു പാട്ട്, ഒരു പക്ഷേ ഇത് 1967 ഇറങ്ങിയ അശ്വമേധം എന്ന സിനിമയിലെ പി സുശീല പാടിയ പാട്ടാണിത്. ഇത് വയലാറിൻ്റെ രചനയാണ്. ദേവരായ മാഷ് മോഹനൻ രാഗത്തിൽ, അതായത് 28ാമത്തെ മേളകർത്താരാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗം ഉപരാഗമായ മോഹനൻ രാഗത്തിലാണ് ഈ പാട്ട് ഇഷ്ടപ്പെടുത്തിയത്. മോഹനൻ രാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി സമയമില്ല, സമയം തീരുന്നു. അടുത്ത 1-2 ചോദ്യങ്ങൾ കൂടി. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ ജോലി ചെയ്ത കാലത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ ജോലിക്ക് വന്നതിന് ശേഷം റിട്ടയർമെൻറ്റ് കാലത്തിനിടയ്ക്ക് ജീവിതത്തിൽ മനസ്സിനെ പ്രയാസപ്പെടുത്തിയത്, അല്ലെങ്കിൽ മനസ്സിനെ അതീവമായ രീതിയിൽ സന്തോഷപ്പെടുത്തിയ എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യം, 2 രീതിയിലുണ്ട്. ഒന്ന് സങ്കടപ്പെട്ട കാര്യങ്ങൾ, അതിങ്ങനെയായിരുന്നു, എനിക്ക് അങ്ങനെ ആവാമായിരുന്നല്ലോ എന്ന് വന്നിട്ടുള്ള സംഭവങ്ങളോ, അതല്ലെങ്കിൽ ആ സംഭവം എന്നെ വളരെയധികം തൃപ്തിപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്തു എന്ന് തോന്നുന്ന ഒരു കാര്യം പറയാമെങ്കിൽ പ്രശ്നോട് പറയുക. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണം തള്ളിക്കയറി വരുന്നുണ്ട്. ഒരേ ഒരു കാര്യം പറയാം. അതിൽ ഏതെങ്കിലും, സമയക്കുറവുകൊണ്ടാണ്, നമുക്ക് എല്ലാ കാര്യവും പറയാൻ സമയമില്ലല്ലോ. ഒരു തവണ ക്ലാസ് PTA യോഗം കൂടി. ഇപ്പം നമ്മൾ സാധാരണ ഇത് പ്രോഗ്രസ് കാർഡ് വെച്ചിട്ട് രക്ഷിതാക്കളോട് കുട്ടികളെ കുറിച്ചൊക്കെ പറയുമല്ലോ. ഒരു ഉമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കുട്ടിയുടെ മാർക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ മിടുക്കനാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ സംശയിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്തുകൊണ്ടാണ് അങ്ങനെ, ആദ്യമായിട്ടാണ് ടീച്ചറെ ഒരാൾ ഇവനെ പറ്റി നല്ലത് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നും വൈകി പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ബാപ്പ തളർന്നു കിടക്കുവാണ്. ഉമ്മയും 2 പെമ്മക്കളും പെങ്ങന്മാരും ഉണ്ട്. ഇവരെ നോക്കണത് ഇവൻ ഇറച്ചിക്കടയിൽ നിന്നിട്ടാ 9:45 വരെ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വെട്ടിയിട്ട് ഓടി വരുന്ന അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉമ്മ 13 വയസ്സുള്ള ഒരു കുട്ടി, വാപ്പയും ഉമ്മയും മക്കളെയും നോക്കണ്ടേ, അവൻ മിടുക്കനല്ലേ, അവന്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയാണോ അവനെ വിലയിരുത്തണ്ടേ? അല്ലല്ലോ. അപ്പോൾ അതാണെന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണിലൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ എന്ന് ചെന്നാലും ഇവനെ പറ്റി ചീത്ത കേൾക്കാനാ ഞാൻ ചെയ്യുന്നത്. അവനിപ്പോ എന്താ, അവൻ പിന്നെ വിദേശത്തൊക്കെ പോയി നല്ല രക്ഷപ്പെട്ടു. കാണാൻ വരാൻ അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്. പിന്നെ +2 പറയുകയാണെങ്കിൽ, +2 വന്നപ്പോഴത്തേക്കും മറ്റൊരു തരത്തിലുള്ള കുട്ടികളാണല്ലോ. അവരെ നമ്മൾ ഒരു പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിൽ അവരെ നോക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവര് ഈ കൗമാരം വിട്ടു, എന്നാൽ യൗവനത്തിലേക്ക് എത്തിയിട്ടുമില്ല. അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരു 40% അവർ പറയണത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, എങ്കിലേ നമ്മുടെ 60%ത്തിലേക്ക് അവർ വരുള്ളൂ. ഇതാണോ നിങ്ങൾ പഠിപ്പിച്ച ആ കാലഘട്ടത്തിലെ അധ്യാപിക എന്ന നിലയിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ മർമ്മം ഇതാണോ?
ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് അതല്ലേ കുട്ടികൾക്ക് അവരുടെ കുട്ടികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ വാദഗതികളെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾ തിരിച്ചു പഠിപ്പിക്കുക അല്ലേ? അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളുകളിലൊക്കെ അങ്ങനെ നല്ലൊരു അഭിപ്രായം നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത ചോദ്യം, ഇനി എന്താണ് ഒരു ആഗ്രഹം? ഏത് വീട്ടിൽ വിശ്രമത്തിലാണ്, മനസ്സിൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് സമൂഹത്തിന് വേണ്ടിയാവും, കുടുംബത്തിന് വേണ്ടിയാവും, ആർക്ക് വേണ്ടിയാവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ തന്നെയാണ് പറയുന്നല്ലോ. കുട്ടികൾക്ക് 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ളവർക്ക് ട്യൂഷനുണ്ട്. കണക്കിന്റെ ഫീൽഡിൽ തന്നെയാണ്. ഒപ്പം ഞങ്ങൾക്ക് മലപ്പുറം മാത്തമാറ്റിക്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന മാം ഉണ്ട്. അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇപ്പോഴും മെമ്പറാണ്. റിട്ടയർ ആയാലും അതിൽ നിന്ന് മാറ്റില്ല. ഞങ്ങൾ അതേപോലെ അത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. വർഷാവർഷം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരി. അപ്പോൾ ഈ സബ്ജക്റ്റ് കൂടുതൽ ഷാർപ്പൻ ചെയ്തുകൊണ്ട് കുട്ടികൾക്കായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പോവാണ്. ഈ ഒപ്പം ഇനി പലർക്കുമായിട്ട് ഞാൻ മാറ്റിവെച്ച ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. ഇനി അതിന്റെ പുറകെ പോകണം എന്നുള്ളതാണ്. ഇപ്പൊ 59 വയസ്സ് കർക്കിടക മാസത്തില് ഉത്രട്ടാതിയില് 59. ഉത്രട്ടാതി ആരുടെ പിറന്നാളാണെന്നറിയോ? കർക്കിടകത്തില് കർക്കിടകത്തിലെ ഉത്രട്ടാതിയാണ് MDയുടെ പിറന്നാളെന്ന് പറഞ്ഞത്. അതെ. അപ്പൊ 59 ഉത്രട്ടാതി ജനിക്കുന്നത് ശനിദശയിലാണ്. അതെ, ശനിദശയിലാണ് ഉത്രട്ടാതി ജനിക്കുന്നത്. അപ്പോ ഇനി കുറച്ച് മലയാളത്തിനെ സ്നേഹിച്ച് എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിലേക്ക് തിരിയണം എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെയാണ് എഴുത്തുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാണ്? MD തന്നെയാണ്. MDയുടെ ഏത് കൃതിയാണ് ഇഷ്ടപ്പെട്ടത്? MDയുടെ എല്ലാ കൃതികളും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഞ്ഞാണ് പഠിച്ചത്. മഞ്ഞ് വളരെ വിമലയാണ്. വിമല, സർദാർജി, ബുദ്ധു, അതെ, മരണം രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയാണ് എന്ന് പറയുന്ന കാത്തിരിപ്പിന്റെ മനോഹാരിത. കാത്തിരിപ്പാണ്. എല്ലാവരും കാത്തിരിക്കുന്നുള്ളൂ. ഒരാൾ മരണം കാത്തിരിക്കുന്നു, മറ്റൊരാള് കാമുകനെ കാത്തിരിക്കുന്നു, ഒരാൾ അച്ഛനെ കാത്തിരിക്കുന്നു. കാത്തിരിപ്പിന്റെ തന്നെ ഒരു കഥ. ഒരുപക്ഷെ MDയുടെ വർക്കുകളിൽ ഏറ്റവും നല്ല വർക്ക്, ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും PK ശ്രീകുമാർ സാറുമായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ കാര്യം പറഞ്ഞായിരുന്നു. പുള്ളിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതും MDയുടെ എഴുത്താണ്. 4 കാലവും അതുപോലുള്ള അസുരവിത്തും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും MD മലയാളികളുടെ ഒരു വികാരമാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ടീച്ചറെ, നമ്മുടെ സമയം കഴിയുന്നു. ഈ BBC-യുടെ വർത്തമാന പരിപാടിയോട് സഹകരിച്ചത് വളരെ നന്ദി. എല്ലാവിധ ഭാവുകങ്ങളും ടീച്ചറിന് നേരുന്നു, ടീച്ചറിൻ്റെ കുടുംബത്തിന് നേരുന്നു. താങ്ക് യു വെരി മച്ച്.